പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിൽ തർക്കസ്ഥലത്ത് അളവെടുപ്പ് പൂർത്തിയായി. പുറമ്പോക്ക് ഭൂമി കയ്യേറിയിട്ടില്ലെന്ന് തെളിഞ്ഞതായി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസും അവകാശവാദം ഉന്നയിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന് ലഡു കൊടുക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുറമ്പോക്കിലല്ലെന്ന് അളവെടുപ്പിൽ തെളിഞ്ഞെന്ന് കോൺഗ്രസ് വാദം. ഇതേ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് ലഡുവുമായി ജോർജ് ജോസഫിന്റെ അടുത്തേക്കെത്തിയത് വീണ്ടും തർക്കത്തിലും നേരിയ സംഘർഷത്തിലും കലാശിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലഡു തട്ടിത്തെറിപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷ സാധ്യത. പിന്നീട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൊളിഞ്ഞുവെന്നും അളവെടുപ്പിൽ തനിക്ക് അധികമായി കിട്ടിയ ഭൂമി സർക്കാരിന് തന്നെ വിട്ടുകൊടുക്കുന്നുവെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് പുറമ്പോക്ക് ഭൂമിയുണ്ടെന്നും ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ജോർജ് ജോസഫ് പറഞ്ഞു. ഞാൻ നേരത്തെ ഇട്ടിരുന്ന ബൗണ്ടറിയേക്കാൾ പുറത്തോട്ടിറങ്ങി എനിക്ക് കുറെ അധികം സ്ഥലം കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആരോപണം ഉന്നയിച്ചവർ എന്തിനു വേണ്ടി ആരോപണം ഉന്നയിച്ചു? എന്നെയും എൻ്റെ കുടുംബത്തെയും ആക്ഷേപിക്കുന്നതിനു വേണ്ടി. പുറമ്പോക്ക് അളക്കൽ പൂർണ്ണമായും ഇന്ന് പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. അതിനിടെ പുറമ്പോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയപ്പോൾ 1 മീറ്ററോളം സ്ഥലം ജോർജ് ജോസഫിന് അധികമായി ലഭിച്ചു. എന്നാൽ കോൺഗ്രസ് ഭൂമിയിലെ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ ചെറിയ ഭാഗം പൊളിക്കേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. 24 പത്തനംതിട്ട.